എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബനാന സുഗിയനാണ് ട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുറമേ കുറച്ച് ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ പേരിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ കണ്ടോ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിനേക്കാൾ മുൻപായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. കാരണം ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അരിച്ചിട്ട് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അതിനി മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ നാളികേരത്തിന് ചെറിയൊരു നനവൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറിയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് ട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ നെയ്യിൽ കുറച്ച് നേരം ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ പഴം എല്ലാം ദേ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പഴം അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ട്ടോ ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഴുത്ത പഴം കിട്ടാന്ന് വെച്ചാൽ ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഉടഞ്ഞു വരും. കണ്ടോ ഇപ്പം ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഉടച്ചെടുത്തു. പിന്നെ ചെറിയ പീസൊക്കെ അതിലുണ്ടാവും. അത് കുഴപ്പമില്ല. നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ, ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോൾ റവയെല്ലാം കുക്കായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ശർക്കര പാനിൽ പഴം എല്ലാം ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരപ്പാനി എല്ലാം വറ്റിയിട്ട് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു സ്റ്റേജ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നു. അതുപോലെ തന്നെ കണ്ടോ റവയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ട് ഒരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സ്നാക്ക് പഴം കൊണ്ടാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി മാവിന് ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പലഹാരത്തിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിവിടെ യെല്ലോ ഫുഡ് കളർ ഒരു നുള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുമ്പോൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. കുട്ടികൾക്ക് കൊടുക്കുന്നത് അതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫുഡ് കളർ ആയതിൻ്റെ പേരിൽ ഒരു നുള്ള് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഞാനതൊന്ന് അരച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഈ മാവ് കണ്ടോ? ഇതേപോലെയാണ് ട്ടോ ഇരിക്കുന്നത്. ഒരുപാട് ലൂസല്ല. ഇതുപോലെ ഒന്ന് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെള്ളം ഇതിൽ കറക്റ്റാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന മൈദയ്ക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അരച്ച് നോക്കുക. എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ട്ടോ. ഒരുപാട് ലൂസായിട്ട് പോവരുത്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ബാറ്ററും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ റവയുടെയൊക്കെ ആ മിക്സില്ലേ, ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചൂട് പോകുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് ഉറച്ച് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ലഡുവിൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിലാണ് ട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കണ്ടോ? ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഒരേ ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ബോൾസ് ഇല്ലേ, അതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മാവിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഓയിലിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ സുഗിയനൊക്കെ റെഡിയാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് പാനിൽ എത്രണ്ണം ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട ട്ടോ. അത് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഇതിപ്പോൾ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? അതിൻ്റെ ആ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ? നന്നായിട്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പുറമേ കുറച്ച് ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.